പ്രശാന്തേട്ടാ, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് ഓൺ ദ സക്സസ് ഓഫ് സംഭവവിവരണം നാലര സംഘം. എന്താണ് ഒരു ഒരു എന്താ ആൾക്കാരെന്താ പറയുന്നത്? ആ ഒത്തിരി ധാരാളം മെസ്സേജുകളും റിവ്യൂകളും ഒക്കെ കാണുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന റിവ്യൂസ്. ഇതിൽ തന്നെ ഞാന് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് സീരീസുകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതിലൊക്കെ തന്നെയും അതൊക്കെ നല്ല സീരീസുകളാണെന്നും അതൊക്കെ നല്ല സീരീസുകളാണെന്നും ക്യാരക്ടറിനെ പറ്റിയുള്ള അപ്രീസിയേഷനും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇതിന് ഈ സീരീസിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് അല്ലെങ്കിൽ ദ ബെസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം ഞങ്ങളൊക്കെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ് ഇതിലുള്ള ഒട്ടുമിക്ക ആൾക്കാരും. നമ്മള് ഇപ്പൊ കൃഷാന്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൃഷാന്ത് ഇന്നേ വരെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റില് ഒരു പ്രൊജക്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റാർ കാസ്റ്റിന്റെ പിന്തുണയോ ഒരു വലിയ പ്രൊഡക്ഷൻ ബാനറിന്റെ പിന്തുണയോ ഒന്നും ഇല്ലാതെയാണ് കൃഷാന്ത് ഇതുവരെയും കൃഷാന്തിന്റെ സിനിമകൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ പ്യുവർലി കൃഷാന്തിന്റെ ടാലന്റിലും കൃഷാന്തിന്റെ റൈറ്റിംഗ് സ്കില്ലിലും കൃഷാന്തിന്റെ കോർഡിനേഷൻ സ്കില്ലിലും കൃഷാന്തിന്റെ ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചെടുക്കുന്ന ആ സ്കില്ലിലും ഒക്കെയാണ് കൃഷാന്തിന്റെ സിനിമകളും എല്ലാ പ്രൊജക്ടുകളും വർക്കായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും കൃഷാന്തിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങളുടെ 100% കൃഷാന്ത് എങ്ങനെയെങ്കിലും ഊറ്റിയെടുക്കും. അപ്പൊ അത് സ്ക്രീനിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എനർജിയും ഒരു സന്തോഷമാണ് ആക്ച്വലി ഞങ്ങളുടെ കരിയറിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിക്ക് പേഴ്സണലി പറയാനുള്ളത് പുരുഷപ്രേതം, അതും സോണി ലീവിൽ തന്നെ റിലീസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. പുരുഷപ്രേതമാണ് എന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയ സിനിമകളിലൊന്ന്. അപ്പം അതില് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ, എനിക്ക് ഇത്രയും ഒരു 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 സിനിമ ഫുള്ള് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള എനിക്ക് എന്നെ പറ്റി തന്നെയുള്ള സംശയങ്ങൾ തീർക്കുന്നതായിരുന്നു പുരുഷപ്രേതം. അതുപോലെ നാലര സംഘത്തിലേക്ക് എത്തിയപ്പോ എനിക്ക് ഫൈറ്റ് എന്ന് പറയുന്നത് ഫൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്റെ ക്യാരക്ടറിന്റെ പേര് ബ്രൂസ്ലി എന്നാണെന്ന് പറയുകയും ബ്രൂസ്ലി കരാട്ടക്കാരനാണ്, ബ്രൂസ്ലി അടിക്കുന്നതൊക്കെ കരാട്ടെ സ്റ്റെപ്പുകളിലാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കുണ്ടാവുന്നൊരു എന്റെ ബോഡിയിൽ അത് വർക്കാവോ, എന്റെ ബോഡി ലാംഗ്വേജിൽ ഇത് എങ്ങനെ വർക്കാവും എന്ന് പറയുമ്പോൾ അത് കൃഷാന്ത് ചേട്ടാ വർക്കാണ് ചേട്ടാ എന്ന് പറഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. അപ്പം ബ്രൂസ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുമ്പോൾ എന്നോട് പ്രത്യേകം പറഞ്ഞു കുറച്ച് നമുക്ക് ട്രെയിനിങ് വേണം. പക്ഷെ അന്നത്തെ തിരക്കും കാര്യങ്ങളും കൊണ്ട് എനിക്ക് അധിക ദിവസമൊന്നും ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നു 2 ദിവസമൊക്കെ എനിക്ക് ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയുള്ളൂ. പക്ഷെ ശ്രാവണിന്റെ ടീമും വളരെ സീരിയസ് ആയിട്ട് നല്ല ട്രെയിനിങ് ആ ഉള്ള സമയത്ത് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ക്യാരക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കലും ഒരു നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയേക്കാം, നല്ല അഭിനയ പ്രാധാന്യമുള്ള അഭിനയ മുഹൂർത്തങ്ങളുള്ള ക്യാരക്ടേഴ്സ് കിട്ടിയേക്കാം, പുരുഷപ്രേതം അതിനൊക്കെ വഴി വെക്കുന്നുണ്ട്. എനിക്കിപ്പോ അങ്ങനെ സിനിമയില് നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നുണ്ട്, അങ്ങനെ പോകും. പക്ഷെ എനിക്കൊരു സ്വാഗ് ഉള്ള ഒരു വേഷം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ഫൈറ്റിൽ നമ്മൾ നടന്നങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാർ കൈയടിക്കുക വിസിലടിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു വേഷം ഒരു കാലത്തൊക്കെ നമ്മുടെ വലിയ സ്വപ്നമായിരുന്നു. പിന്നെ കുറെ കാലങ്ങൾ മുന്നോട്ട് പല വേഷങ്ങൾ ചെയ്തു വന്നപ്പോ ഇനിയിപ്പോ ആ ടൈപ്പ് വേഷമൊന്നും നമ്മളിലേക്ക് എത്തത്തില്ല. കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമെന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ നാലര സംഘം ഞങ്ങള് പ്രിവ്യൂ കണ്ടപ്പോ എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. എന്റെ മൂത്തവൻ എന്റെ സ്ലോ മോഷനിലുള്ള അപ്രോച്ചിൽ വിസിലടിച്ചു. അപ്പൊ അവര് ജെൻസി കിഡ്സ് എന്നോ ഇപ്പോഴത്തെ എന്താണ് മില്ലേനിയൽസ് എന്നോ എന്തുവേണ പറയാ, എന്റെ മകൻ അങ്ങനെ വിസിലടിക്കാൻ ഒരു ചാൻസ് കിട്ടി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ എന്റെ ഇളയ മകൻ 2ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ ബാഹുബലി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു സോഫയിൽ നിന്ന് മറ്റേ സോഫയിലേക്ക് എടുത്ത് ചാടി, പുലിമുരുകൻ കണ്ടു കഴിഞ്ഞ് ലാൽ സാറിന്റെ പുലിമുരുകൻ സ്റ്റെപ്പ് ഇമിറ്റേറ്റ് ചെയ്ത കക്ഷി ഇപ്പം ബ്രൂസ്ലിയുടെ സ്റ്റാൻസ് ഇമിറ്റേറ്റ് ചെയ്യുന്നു, കഴുത്തെ വെട്ടുന്ന ആക്ഷൻസ് ഇമിറ്റേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിൽ ഒന്നായിട്ട് മാറുകയാണ്. അപ്പം
ബ്രൂസ്ലി എന്ന് പറഞ്ഞ ക്യാരക്ടർ തരുന്നത് ഇതൊക്കെയാണ്. ഉം. നാലര സംഘം എന്ന് പറഞ്ഞ സീരീസും തരുന്ന സന്തോഷം ഇതൊക്കെയാണ്.